ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് വട്ടയപ്പത്തിൻ്റെയും ചിക്കൻ റോസ്റ്റിൻ്റെയും റെസിപ്പി നോക്കാം. അപ്പം ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഇവിടെ വട്ടയപ്പം ഉണ്ടാക്കണത്. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കണത്. ഇതിൽ 1.5 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക, 1 ഗ്ലാസ് നാളികേരം ചെരുകിയതെടുക്കുക, 1/2 ഗ്ലാസ് ചോറെടുക്കുക. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് ഇതിനെടുക്കാം. പിന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ നമുക്ക് ഏലക്കായുടെ കുരും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒരു ഗ്ലാസ്സൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് അധികം ലൂസും അധികം കട്ടിയാവരുത്, ഈ കൺസിസ്റ്റൻസിക്ക് നമുക്ക് കിട്ടണം. ഒരു 2-3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ പതഞ്ഞ് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ ഒരു പാത്രം എടുത്തിട്ട് എണ്ണ തടവിയിട്ട് 1-2 തവി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇഡ്ഡലി ചെമ്പിയിൽ വെള്ളം വെച്ച് ആവി കയറ്റിയിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് നേരം ആവി കയറ്റിയെടുക്കുക. അപ്പം നമ്മളെ വട്ടയപ്പം ഇവിടെ റെഡിയാവും. നമുക്ക് വലിയ പാത്രത്തിൽ വേണമെങ്കിൽ ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ പാത്രത്തിലാണ് വെച്ചേക്കണം. അപ്പോൾ 2-3 അപ്പത്തിനുള്ള മാവ് ഇതിലുണ്ടാവും ഈ ചെറിയ പാത്രത്തിൽ. അപ്പം നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1/4 കിലോ ചിക്കന് മതി. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാളയും 5-6 ചെറുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും നമുക്ക് മിക്സ് ചെയ്ത് പിന്നെയും മൂടി വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.